Good morning. So, what we discussed in last class? So, last class എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത്? What are the topics? JVM. Then, what is JVM? The last class we discussed introduction to Java programming, right? So, what is Java? What are the applications of Java? Then, the different type of development platform in Java. Okay, so Java is a programming language, that is object oriented programming language and platform. Why Java is called platform? What do you mean by platform? Anyone? Abhiram, Akshara, Alpin, Gokul, Sririj. What do you mean by platform? What is it? Platform. The platform means any software or hardware environment in which program runs. So the Java consists of its own platform, that is JRE. Okay, so the Java is known as it's a platform. Okay, the next we discussed JVM. Then what is it? JVM? Java Virtual Machine. Okay, so what is the purpose of JVM? What is the purpose of JVM? Allow Java program to run. Okay, the main purpose of JVM. Leave it. Why we used compiler? The function of compiler. Convert source code to machine language. Okay, right. So in case of Java, when after the compilation, what will be the output? Is it a machine code or another code? Okay, bytecode. Very good. So in Java, the after compilation, we will get the bytecode, right? And this bytecode is, we want to convert the bytecode into machine code. So we use JVM. So the purpose of JVM is that it convert bytecode into machine code. മറന്നു പോയോ?
see this diagram. So first we write our Java source code, then compile it, we will get the bytecode. Okay, so the bytecode format is .class file, right? And this bytecode is converted into machine code using the JVM, Java Virtual Machine. Important ആണ് JVM ചോദിക്കാം എക്സാമിന്. അപ്പോൾ JVM means it is a machine, അല്ലെ? Java Virtual Machine that convert bytecode into machine code. അപ്പോൾ നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കമ്പൈലർ എന്ത് ചെയ്യും? ദാറ്റ് പ്രൊഡ്യൂസ് ഫോർ ദ പെർട്ടിക്കുലർ സിസ്റ്റം, അല്ലെ, മെഷീൻ കോഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബട്ട് ജാവ കമ്പൈലർ ദാറ്റ് പ്രൊഡ്യൂസ് bytecode for the Java virtual machine. So the bytecode is a intermediate language between Java source and host system. So actually the JVM എന്ന് വെച്ചാൽ it is a specification that provides a runtime environment in which Java bytecode can be executed. So നിങ്ങൾക്കറിയാം നമ്മുടെ ബൈറ്റ്കോഡിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡോട്ട് ക്ലാസ് ഫയൽ ആണ്. ഇറ്റ്സ് എ ഡോട്ട് ക്ലാസ് ഫയൽ. ഓക്കെ, സോ ദിസ് ഡോട്ട് ക്ലാസ് ഫയൽ നമുക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് JVM ഇൻസ്റ്റാൾ ചെയ്ത ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ജാവ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറയും. ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ജാവയുടേത്. ജാവ ഇസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ബിക്കോസ് ഓഫ് ജാവ വിർച്വൽ മെഷീൻ. അതായത് നിങ്ങളൊരു സോഴ്സ് ഫയലിനെ ബൈറ്റ് കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഡോട്ട് ക്ലാസ് ഫയൽ. ഈ ഒരു പെർട്ടിക്കുലർ ഡോട്ട് ക്ലാസ് ഫയൽ നിങ്ങൾക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് JVM ഇൻസ്റ്റാൾ ചെയ്ത ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് നിങ്ങൾ ഒരു PPT ഉണ്ടാക്കുന്നു. വിൻഡോസിലാണ് PPT മേക്ക് ചെയ്യുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്ന മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് വേർഷൻ 10 ആണ്. ഓക്കെ, സോ ദ സെയിം PPT നിങ്ങളൊരു ഉബുണ്ടുവിൽ ഓപ്പൺ ചെയ്താൽ സം മോഡിഫിക്കേഷൻ അവിടെ ഉണ്ടാവും, റൈറ്റ്? അല്ലെ, ഫോണിന്റെ ഡിഫറൻസ് കാണാം. കാരണം നമ്മൾ എവിടെയാണ്, വിൻഡോസിലാണ് ആ പെർട്ടിക്കുലർ PPT ക്രിയേറ്റ് ചെയ്തത്. ബട്ട് ഉബുണ്ടുവിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ സം ഫോണിന്റെ സൈസ് അല്ലെങ്കിൽ ഫിഗറിന്റെ സൈസ് ഒക്കെ എന്താണ് കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ടാവും. അതിന്റെ മീനിങ് എന്താ? ഒരു മൈക്രോസോഫ്റ്റ് PPT എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ്. അതായത് ഏതൊരു OSലും അതിന്റെ വേർഷൻ ഡിഫറെന്റ് ആണ്. ഓക്കെ, ബട്ട് ബൈറ്റ്കോഡിന്റെ കേസിൽ എന്താ, ഒരു വൺസ് നമ്മളൊരു ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് ഒരു ബൈറ്റ് കോഡ് നമ്മൾ ജനറേറ്റ് ചെയ്താൽ ആ ബൈറ്റ് കോഡ് നമുക്ക് എന്താ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തായിരിക്കും അതിനെ റൺ ചെയ്യാൻ പറ്റും. ബട്ട് അവിടെ എന്തായിരിക്കണം, JVM ഇൻസ്റ്റാൾ ചെയ്യണം. അതുകൊണ്ടാണ് ജാവ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് വി ക്യാൻ റൺ bytecode, that means dot class file, any OS. ഓക്കെ, ബട്ട് എല്ലാ OSലും എന്തായിരിക്കണം, JVM ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ബട്ട് ഓരോ OSലും അതിൻ്റെതായ സ്പെസിഫിക് ആയ JVM ആയിരിക്കണം ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പൊ JVM എന്ന് പറയുന്നത് എന്താ, പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ്. JVM ഈസ് എ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആൻഡ് ദ ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. Okay, as the different computers with different operating system have their own JVM. Okay, when we submit a dot class file to any operating system, the JVM interpret the bytecode into the machine level language. നമ്മുടെ JVM എന്ന് പറഞ്ഞ ജാവ വിർച്വൽ മെഷീൻ ആണ്. ഇത് റിട്ടേൺ ചെയ്തത് C ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, JVM it is written by the C programming language. It is a operating system dependent.
ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും ഡിഫറെന്റ് JVM ആയിരിക്കും, അതിന്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചുള്ള ഡിഫറെന്റ് JVM ആയിരിക്കും. ബട്ട് ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. ഓക്കെ ആണോ കൺസെപ്റ്റ്? വൈ ജാവ ഈസ് നോൺ ആസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്? ഓക്കെ ആണോ? എന്തുകൊണ്ടായിരിക്കും ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്? എനിവൺ? അനുരാഗ്, ശ്രീരീജ്, ആകാശ്, അക്ഷര? അതായത് നമ്മൾ വൺസ് ജാവ പ്രോഗ്രാം റൈറ്റ് ചെയ്തു, അതിനെ കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്യുമ്പോഴെന്താ, ഒരു ഡോട്ട് ക്ലാസ് ഫയൽ കിട്ടും. ഈ ഡോട്ട് ക്ലാസ് ഫയലിനെ നിങ്ങൾക്ക് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാനൊരു പവർ പോയിന്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു, വിൻഡോയില് ക്രിയേറ്റ് ചെയ്ത ഒരു പവർ പോയിന്റ് ഉബുണ്ടുവിൽ ഓപ്പൺ ചെയ്യുമ്പോഴേ കുറച്ച് മോഡിഫിക്കേഷൻ അവിടെ വരുത്തേണ്ടി വരും. അതായത് അലൈൻമെന്റ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ മീനിങ് എന്താ, അത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ്, OSനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ബട്ട് ഡോട്ട് ക്ലാസ് ഫയൽ എന്താ, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആണ്. നിങ്ങൾ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും JVM ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ, ആ പെർട്ടിക്കുലർ ബൈറ്റ് കോഡ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ആ ബൈറ്റ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. വൈ ജാവ ഇസ് നോൺ ആസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്? ഇഷ, സഹല, മിസ്ബ? The next term JRE. ഓരോ ടേമും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചതാണ് JVM, JDK, JRE ഒക്കെ. JRE മീൻസ് ജാവ റൺടൈം എൻവയോൺമെന്റ്. ജാവ റൺടൈം എൻവയോൺമെന്റ്. It is also known as Java RTE. Okay, so this Java runtime environment is a set of software tools in which are used for developing Java applications. അപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ എൻവയോൺമെന്റിൽ എന്താ, കുറെ സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. ജാവ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറെ സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ജാവ എന്തുകൊണ്ടാ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്? ജാവ ഇസ് എ പ്ലാറ്റ്ഫോം ബിക്കോസ് ഓഫ് ദിസ് JRE. അതായത് ഒരു ജാവ റൺ ടൈം എൻവയോൺമെന്റ് ഉണ്ട്, അതിൽ കുറെ സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. അതായത് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ജാവ ഇസ് എ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. Okay, this is the figure of JRE. So JRE consists of JVM. So JVM ഏതിന്റെ ഉള്ളിലുള്ളത്? JREന്റെ ഉള്ളിലുള്ളത്. Okay, so JRE consists of JVM and set of libraries and other files. Okay. The next term JDK. JDK means Java Development Kit. നിങ്ങൾക്ക് ജാവ റൺ ചെയ്യണം നിങ്ങളുടെ സിസ്റ്റത്തിൽ. ഏതൊരു സോഫ്റ്റ്വെയറും നിങ്ങൾക്ക് റൺ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ ജാവ എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജ് കമ്പൈൽ ചെയ്യാനും റൺ ചെയ്യാനും വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് വേണം, യു ഹാവ് ടു ഇൻസ്റ്റാൾ ദി സോഫ്റ്റ്വെയർ. ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് എ JDK, ജാവ ഡെവലപ്മെന്റ് കിറ്റ്. ജാവ ഡെവലപ്മെന്റ് കിറ്റ് ഈസ് എ സോഫ്റ്റ്വെയർ development environment which is used to develop Java applications and applets. It will discuss later applets.
Okay, so this is the diagram of JDK. JDK consists of JRE and some development tools, that is Java, C, Java, etc. The Java C means compiler. The Java compiler ആണ് Java C. Okay, so JDK എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്. Java application ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് JDK. It consists of JRE and some other development tools. And the JRE is the Java runtime environment, which consists of set of software tool for developing Java application. It consists of JVM and some set of libraries and other files. Okay, and the JVM. The JVM is a Java virtual machine. It converts bytecode into machine code. So clear ആണോ? Three terms: JVM, JDK and JRE. Clear ആണോ? ഇത് റിപ്ലൈ തന്നെ. Then what is JDK? What is JDK? എന്താണ് JDK എന്താ? Java Development Kit. Okay. So JDK ൽ എന്തൊക്കെ പാർട്സ് ഉള്ളത്? എന്തൊക്കെ കമ്പോണൻസ് ആണ് JDK ൽ ഉള്ളത്? JRE, then okay, JREയുടെ ഇൻസൈഡ് ആണ് JVM ഉള്ളത്. Okay, JRE ഉണ്ട്, then എന്താ other development tools, that is Java C, Java, etc. Okay, then what is JRE? And what are the components inside the JRE? What is JRE? What's the full form of JRE? Java Runtime Environment. Okay. Then what is the purpose of JRE? It consists of set of tools for developing and Java application, right? Then what are the components of JRE? What are the components of JRE? JVM, then the JVM, then set of libraries and other files. The next, what is JVM? What is JVM? Java virtual machine. Then what is the purpose of JVM? Answer ഇല്ലേ? What is the purpose of JVM?
JVM എന്താ ചെയ്യുന്നത്? Okay, convert bytecode to machine language. Very good, Anurag. So the next term, bytecode. So what do you mean by bytecode? Bytecode is the output from the Java compiler, right? It's an output from the Java compiler. So it is a machine code in the form of dot class file. It's in the form of dot class file. So actually the bytecode is a machine code for the JVM, and bytecode is the machine independent code, right? So consider this figure. നിങ്ങളൊരു program write ചെയ്യുന്നു, then it will stored as myprogram.java. Then after compilation, that means the compilation code എങ്ങനെയായിരുന്നു? javac filename.java. You will get this bytecode. That means myprogram.class. ഇതായിരിക്കും നിങ്ങളുടെ bytecode. നിങ്ങളുടെ സോഴ്സ് കോഡിനെ bytecode-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നിങ്ങളിനി പ്രോഗ്രാം ചെയ്യുമ്പോൾ വൺസ് നിങ്ങൾ കമ്പൈൽ ചെയ്ത ശേഷം നിങ്ങൾ ഫോൾഡർ ചെക്ക് ചെയ്യുക. അവിടെ എന്തായിരിക്കും? ഒരു ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഡോട്ട് ക്ലാസ് ഫയൽ ഉള്ളത്. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. യുവർ സോഴ്സ് പ്രോഗ്രാം ദാറ്റ് ഈസ് .java file. Then that is a compilation process. After compilation, you will get the bytecode that is dot class file, and you can run this dot class file any operating system, that is Windows, Linux or Mac. So the one condition is that all the operating system must install the JVM. Okay, then it's converted into the machine code. The next, Java compiler. So you know that what is the compiler? Actually the compiler that convert source code into machine code. Okay, this is a traditional compiler function. But in case of Java compiler compile, that means convert the source code into bytecode. The source code into bytecode. Okay, so the javac is the most popular Java compiler. Okay, we use the javac. Then we know that the Java has a virtual machine code JVM. It converts the bytecode to machine code, right? It convert to machine code. And ഇപ്പോൾ JVM-ന് ഈ ഒരു ബൈറ്റ് കോഡിന് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ എന്തായിരിക്കണം? ഒരു കൺവേർട്ടർ വേണം. ഇപ്പോൾ JVM performs like a interpreter. Then what do you mean by interpreter? What do you mean by interpreter? നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവും എന്താണ് interpreter. Anyone knows what is interpreter? Okay, interpreter means it also convert source code to machine code. Okay, but the key difference between interpreter and compiler is that in case of compiler, that convert whole program into machine code. Okay, at a time whole program ആയിരിക്കും machine code ലേക്ക് convert ചെയ്യുന്നത് compiler. But in the case of interpreter, line by line conversion, that is ഒരു പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ലൈൻ എന്ത് ചെയ്യും? മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് ലൈൻ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. അറ്റ് എ ടൈം one line is converted into machine code. That's the difference between interpreter and compiler.
Okay, so JVM performs like a interpreter. Okay, but അതിന് ഒറ്റയ്ക്ക് എന്താണ് ഈ ഒരു കൺവേർഷൻ പോസിബിൾ അല്ല. JVM-ന്റെ ഉള്ളിൽ ഒരു കമ്പൈലർ ഉണ്ട്. Okay, JVM, it has its own compiler to convert bytecode to machine code. That compiler is known as just-in-time or JIT compiler. അപ്പോൾ JVM എന്താ ഒരു ഇന്റർപ്രറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അതായത് ബൈറ്റ് കോഡിനെ മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബട്ട് ഇത് ഒറ്റയ്ക്കല്ല ഈ ഒരു ടാസ്ക് പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ JVM എന്താണ്, അതിൻ്റെതായ ഒരു കമ്പൈലർ ഉണ്ട്. സോ ആ കമ്പൈലർ ആണ് എന്ത്, ജസ്റ്റ് ഇൻ ടൈം ഓർ JIT കമ്പൈലർ. എക്സാമിന് ചോദിക്കാം, വാട്ട് ഈസ് JIT കമ്പൈലർ? JIT compiler is the compiler inside the JVM that convert bytecode to machine code. Okay, അപ്പോൾ ജാവയിൽ യൂസ് ചെയ്യുന്ന കമ്പൈലർ ആണ് JavaC that convert source code to bytecode. And then JVM എന്താ ഒരു ഇന്റർപ്രറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ JVM-ന്റെ ഇൻസൈഡ് എന്താ, അതിൻ്റെതായ ഒരു കമ്പൈലർ ഉണ്ട്, ദാറ്റ് ഈസ് JIT compiler that convert bytecode to machine code. See this figure, your source program, the JavaC is a compiler that convert into bytecode. Okay, then this is a JVM. Then inside JVM എന്താ ഒരു JIT compiler ഉണ്ടാവും. സോ അതായിരിക്കും എന്ത് മെഷീൻ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതുവരെ പറഞ്ഞ എല്ലാ ടേമും ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ തന്നെ. JVM, JRE, JDK, bytecode, compiler. ഇത്രയും ടേംസ് ഓക്കെയാണ് എല്ലാവർക്കും? എനി ഡൗട്ട്? എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നെ. ഒരു 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചത്. ലൈക്ക് എന്താണ് JRE ചോദിച്ചു, ആൻഡ് ഡിഫറെന്റ് കമ്പോണൻസ് ചോദിച്ചു, JDK, JRE. നിങ്ങൾ ഏതെങ്കിലും ഒരു 3 കമ്പോണൻസ് എഴുതുക, അതെന്താന്ന് പറയാ, ഒരു ഫിഗർ ഡ്രോ ചെയ്യാം. 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. So the next important topic, Java buzzwords or Java features. എന്തൊക്കെയാണ് ജാവയുടെ ഫീച്ചേഴ്സ് നോക്ക്. So there are 12 features in Java. That is, the first one, object oriented, simple, secure, platform independent, robust, portable, architecture neutral, dynamic, interpreted, high performance, multi-threaded and distributed. So ഇതിൽ കുറച്ച് ടേംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് നോക്കാം, ഓരോ ടേംസും ഡീറ്റെയിൽഡ് ആയി നോക്കാം. The first one, the symbol. The Java programming language is a symbol. Okay, that means it's a very easy to learn and its syntax is simple, clean and easy to understand. Compared to other programming language, its syntax is very simple. Okay, so mainly the Java syntax is based on C++ language. നിങ്ങൾക്കൊരു C++ language അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്താ ജാവ പഠിക്കാൻ പറ്റും. അതർവൈസ് എന്തായാലും നമുക്ക് എന്താ ജാവ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, ബിക്കോസ് ഇതിന്റെ സിന്റാക്സ് ഒക്കെ വെരി സിമ്പിൾ ആണ്. ആൻഡ് ഇപ്പൊ നിങ്ങൾ സിയിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒരു പോയിന്റർ കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ദെൻ ഓപ്പറേറ്റർ ഓവർലോഡിങ് കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ജാവന്റെ കേസിൽ എന്താ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഫീച്ചേഴ്സ് ഒക്കെ അതിലില്ല. ദെൻ ഹിയർ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം.
ദിസ് പ്ലസ് ഒരു സിമ്പിൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? രണ്ട് നമ്പറിനെ ആഡ് ചെയ്യാൻ അല്ലെ. ഇൻറ്റിജർ ആണെങ്കിൽ 2 + 5 എന്താ റിസൾട്ട്? 7 ആയിരിക്കും. ആൻഡ് രണ്ട് വാല്യൂ ക്യാരക്ടർ ആണെങ്കിൽ ദാറ്റ് ഈസ് A+B ആണെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? AB ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഒരു പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നു? അഡീഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ആൻഡ് ഹിയർ 1 മിനിറ്റ്, ഹിയർ ദ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് ലെറ്ററിനെ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അതായത് സെയിം സിമ്പിൾ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസ്. അതാണ് ഓപ്പറേറ്റിംഗ് ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജാവയില് ഈ എക്സ്പ്ലിസിറ്റ് പോയിന്റർ കൺസെപ്റ്റും ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് കൺസെപ്റ്റും ഒന്നും ജാവയിൽ ഇല്ല. അതുകൊണ്ടാണ് ജാവ എന്ന് പറയുന്നത് ഈസി എന്ന് പറയുന്നത്. ഇനി വേറൊരു ഫീച്ചർ കൂടി, see, there is no need to remove unreferenced objects because there is an automatic garbage collection in Java. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുന്നേ എന്താണ് അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓക്കെ, അതായത് നിങ്ങൾക്ക് അറിയാം ഒരു ജാവയിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഒരു ഫയൽ നെയിം, സേ ക്ലാസ് നെയിം സ്റ്റുഡന്റ് വേരിയബിൾ ഈക്വൽ ടു ന്യൂ സ്റ്റുഡന്റ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ ന്യൂ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ കോൾ ചെയ്യുമ്പോൾ എന്താ? ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും അല്ലെ. ആ ഒബ്ജക്റ്റ് എവിടെ പോയിന്റ് ചെയ്യും? ഈ എസ് എന്ന് പറയുന്ന റെഫറൻസ് വേരിയബിൾ പോയിന്റ് ചെയ്യും. നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് another class student s1 equal to s. ഇതിന്റെ മീനിങ് എന്താ? എസിൽ എന്താ ഇപ്പൊ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ, അത് എവിടെ കോപ്പി ചെയ്തു? S1ലേക്ക് കോപ്പി ചെയ്തു. അപ്പൊ എന്തായിരിക്കും? ഈ S1ഉം ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയിന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു? S1 equal to null എന്ന് കൊടുക്കുകയാണ്. സോറി, S equal to null എന്ന് കൊടുക്കുക. അപ്പൊ എന്താ? ഈ പെർട്ടിക്കുലർ ഇത് ഇവിടുന്ന് ആ പോയിന്റ് അവിടുന്ന് റിമൂവ് ആവും. ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? നൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ റെഫറൻസ് വേരിയബിൾ എന്തായിരിക്കും ഇവിടെ? യൂസ് ഇല്ലാണ്ട് കിടക്കുക ചെയ്യുന്നത്. അതാണ് അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പൊ എസിന് എന്താ? വെറുതെ മെമ്മറിയിൽ അങ്ങ് കിടക്കാണ്. അപ്പൊ നമ്മള് യൂസ് ചെയ്യാതെ ഇതുപോലെയുള്ളൊരു ഒബ്ജക്റ്റ് മെമ്മറിയിൽ കിടക്കുമ്പോൾ മെമ്മറി വെറുതെ വേസ്റ്റ് ആവുക ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യാത്ത വേരിയബിളോ ലൈക്ക് ഒബ്ജക്ട്സോ മെമ്മറിയിൽ കിടക്കുമ്പോൾ മെമ്മറി അത് വേസ്റ്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ അതിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എന്ത് ചെയ്യണം? ആസ് എ പ്രോഗ്രാമർ അതിനെ റിമൂവ് ചെയ്യണം. ബട്ട് ജാവയുടെ കേസിൽ ഒരു ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ ഉണ്ട്. അതായത് ജാവ തന്നെ എന്താണ്? അതിന് ഓട്ടോമാറ്റിക് ആയിട്ട് റിമൂവ് ചെയ്യും. അതായത് അൺറെഫറൻസ്ഡ് ഒബ്ജക്റ്റിനെ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്? റിമൂവ് ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് പറയുന്നത്? ജാവ ഈസ് എ സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയാം. Okay, and the next feature, Java is a object-oriented programming language. Okay, that means everything in Java is a object and class അല്ലേ. അപ്പൊ ജാവയിൽ എന്ത് നമ്മൾ എഴുതുമ്പോൾ എന്താണ്? ഒരു ക്ലാസിന്റെ ഇൻസൈഡ് ആയിരിക്കും എഴുതുന്നത് അല്ലെ. ഒരു ഒബ്ജക്ട് ഓറിയന്റഡ് മീൻസ് വി ഓർഗനൈസ് ദ എൻറ്റയർ സോഫ്റ്റ്വെയർ ആസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒബ്ജക്ട്സ് അല്ലെ. എൻറ്റയർ നമ്മുടെ സോഫ്റ്റ്വെയറിന് എങ്ങനെയാണ്? കുറെ ഒബ്ജക്ട്സിന്റെ കളക്ഷൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓരോ ഒബ്ജക്റ്റിന് എന്തായിരിക്കും? അതിന്റെ ഡാറ്റ ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും. ഓക്കെ, ഇതാണ് ജാവ എന്ന് പറയുന്നത്. ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. The next feature, the Java is a platform independent. Then why Java is known as a platform independent? ബാക്കിയുള്ള എല്ലാ ലാംഗ്വേജ് എന്തായിരിക്കും? പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ്. C and C++ ഒക്കെ പ്ലാറ്റ്ഫോം ഡിപ്പെൻഡന്റ് ആണ്. ബട്ട് ജാവ എന്താ? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. എന്തുകൊണ്ടായിരിക്കും? ജാവയിലെ ക്ലാസ് ഫയലിന് അല്ലെ ബൈറ്റ് കോഡ് നമുക്ക് എന്താ? ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും അല്ലെ. JVM ഇൻസ്റ്റാൾ ചെയ്ത് ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത്? ജാവ ഈസ് എ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ലാംഗ്വേജ്.
ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ജാവ ഇസ് റൈറ്റ് വൺസ് ആൻഡ് റൺ എനിവർ ലാംഗ്വേജ് എന്ന് പറയാം. അതായത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും റൺ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ റൺ ചെയ്യാൻ പറ്റുന്നത്? ബിക്കോസ് ഓഫ് ദി JVM. സോ നെക്സ്റ്റ് ഫീച്ചേഴ്സ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മളിപ്പം ഡിസ്കസ് ചെയ്തത് സിമ്പിൾ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയന്റഡ്, ദെൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. ഓക്കെ ആണോ ഈ 3 ഫീച്ചേഴ്സ്? നിങ്ങളുടെ റെസ്പോൺസ് തീരെ കുറവാണ്. Say yes or no. Okay, then why Java is a simple programming language? എന്തുകൊണ്ടായിരിക്കും ജാവ സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? എന്ന് പറഞ്ഞേ. എന്തുകൊണ്ടായിരിക്കാം? Sadeep, why Java is called a simple programming language? Or Nabil, Malavika, Kiran? Anurag, Agarsh, Akshara? Easy to learn. Okay. Its syntax is very simple. Automatic garbage collection. Okay. Then there is no pointer and operator overloading concept in Java. Okay. Less complexity.